ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കേരളത്തിൻ്റെ സ്വന്തം നാടൻ പലഹാരമായ പഴംപൊരി നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേപോലത്തെ പെർഫെക്റ്റ് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഒരു കപ്പ് മൈദപ്പൊടിയും അര കപ്പ് പച്ചരിപ്പൊടിയും അരിപ്പൊടി ഉണ്ടല്ലോ അതും ഒരു 1/4 കപ്പോളം പഞ്ചസാരയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണോളം ഉപ്പും ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു കപ്പോളം വെള്ളം വേണ്ടി വരും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് മാവ് വേണ്ടത് കേട്ടോ. അങ്ങനെ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ വെക്കുക, അപ്പം തന്നെ ചുടണമെങ്കിൽ ചുടുകയും ചെയ്യാം കേട്ടോ. ഇൻസ്റ്റൻ്റായി അപ്പം തന്നെ വേണമെങ്കിൽ റെഡിയാക്കാം. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ പഴമൊക്കെ നല്ല നീളത്തിൽ നൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിരുന്നു കേട്ടോ. ഇങ്ങനെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഓരോന്നായിട്ട് ഇട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. ഒരു തിരിച്ച് മറിച്ചിട്ട് ഒരു ഗോൾഡൻ കളറാകുമ്പോൾ ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കുക. അങ്ങനെ എല്ലാതും അതുപോലെ തന്നെ ചുട്ടെടുക്കുക കേട്ടോ. നല്ല ഈസി അല്ലേ, നല്ല അടിപൊളി, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് പറയണം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.